ക്ലാസ് 1ലെ എല്ലാ കൂട്ടുകാർക്കും മേത്ത് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2024 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3 ആൻഡ് സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1, 4, ദെൻ ദി നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി ആണ്. 2n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി ആണ്. ഇവിടെ 2n ഓഫ് എ, ഇവിടെ എണ്ണം എടുക്കുക. എ എന്ന് പറയുന്ന സബ്സെറ്റിലുള്ള എലമെൻറ്റുകളുടെ എണ്ണമാണ് n ഓഫ് എ, അത് 3 ആണ്. അതുപോലെ n ഓഫ് ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റുകളുടെ എണ്ണമാണ്, അത് 2 ആണ്. അപ്പോൾ 2 3 × 2 6 ആണ്, 2/6. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരിക ഡി ഓപ്ഷനാണ്, 2/6 ആണ്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഇഫ് ഓർഡേർഡ് പെയർ x/3 + 1, y - 2/3 ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ -2/3, 2/3. ഇങ്ങനെ രണ്ട് ഓർഡേർഡ് പെയറുകൾ ഇക്വേറ്റ് ചെയ്ത് തന്നിരുന്നാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റുകൾക്കും വൈ കോർഡിനേറ്റിനും ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എക്സും വൈയുമാണ്. അപ്പോൾ നമുക്ക് എഴുതാം x/3 + 1 ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -2/3 ആണ്, -2/3. ഇനി നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ, ഇതൊരു ഫ്രാക്ഷനാണ്, x/3 ഫ്രാക്ഷനും ഇതെന്താണ്, ഒരു ഹോൾ നമ്പറുമാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതിന് ഈ 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x+3 ÷ 3 എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു -2/3. ഇനി സമത്തിന് ഈക്വൽ സൈനിന് അപ്പുറം ഇപ്പുറമുള്ള ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, 3 യും 3 യും വെട്ടിക്കളയാം. കിട്ടുന്നത് x+3 ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് +3 അപ്പുറം പോകുമ്പോൾ -3 ആവും. -2 - 3 ഈസ് ഈക്വൽ ടു -5 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ -5 എന്ന് കിട്ടും. ഇനി അടുത്ത വൈയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. y - 2/3 ഈസ് ഈക്വൽ ടു 2/3. ഇത് നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഫ്രാക്ഷൻ മിക്സ് ആൻഡ് ഫ്രാക്ഷൻ മാറ്റണം. അപ്പോൾ 3 കൊണ്ട് ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വൈനെയാണ്. 3y - 2 ഡിവൈഡഡ് എന്ത് വരും, 3 എന്ന് വരും, ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ബാക്കി കിട്ടുന്നത് 3y - 2 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ആദ്യം -2നെയാണ് മാറ്റേണ്ടത്. 3y ഈസ് ഈക്വൽ ടു 2 + 2 ഈസ് ഈക്വൽ ടു 4. y ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ, ഇവിടുത്തെ 3y ഈസ് ഈക്വൽ ടു 4. ഇനി അടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് 3, അതപ്പുറം പോകുമ്പം 3 ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ -5 എന്നും വൈൻ്റെ വാല്യൂ 4/3 എന്നും ആൻസറായിട്ട് കിട്ടും.